ഹലോ ചങ്ങായിമാരെ, ടൂർ പോരുമ്പോൾ എല്ലാ കൂട്ടത്തിലുണ്ടാവും. അതേപോലെ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളാണ്ടത് അല്ലേ, വണ്ടി കയറിയ കടന്നുറങ്ങും. അപ്പുറം കേരള ഇവിടെ ഇങ്ങനെ തന്നെ ഒന്നെടുത്തത്. ഏത് പാടി പടിപൊളി പാടി പാടി പാടിക്കോ. അപ്പൊ പാട്ടൊക്കെ വരും, ഞങ്ങള് പാട്ടൊക്കെ വൈകി വരും. ഇത് സ്റ്റാർട്ടിങ് ട്രബിൾ. അതെ അതെ, തുടങ്ങി കഴിഞ്ഞാൽ ഉഷാറാവും കേട്ടോ. കമ്പനി പരിപാടിക്കൊക്കെ മുഹബത്തായി പൂമുത്തേ നെഞ്ചിൽ നീ അല്ലാതാരാണ്, മനസ്സിൽ മുറാദുമായി നിന്നെ കാത്തിട്ടിരിപ്പാട്. ഒന്നും ഇവിടെ ഉണ്ടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പടച്ചോ സൗന്ദര്യം മാറിക്കൂരിത്തില്ല. പ്രകൃതികൾക്ക് അനക്ക് കൊടുത്ത അനക്ക് തന്ന മാതിരിയൊക്കെ തോന്നും. കൊടുക്കണം കറക്റ്റ്. ഞങ്ങള് ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ നല്ല ഗ്ലാസ് കാണൂലേ. ഇതൊരു കാര്യം ചെയ്യും, അത് പുറത്തുനിന്ന് എടുക്കണടാ. ഗ്ലാസ് കത്തിയാണ്ട് പുറത്തുനിന്ന് എടുക്കണം. അപ്പൊ അല്ലെങ്കിൽ അതിന്റെ ക്ലിയർ പോകും. അങ്ങനെ ഞങ്ങളിവിടെ ഊട്ടിയിലെത്തിക്കണ്. ഇനിയിപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര തിരക്കായതുകൊണ്ട് ഏതായാലും ഇവിടെ പറഞ്ഞിട്ട് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഹോട്ടലിൻ്റെ മുന്നിൽ. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം. ഇവിടെ ഒരു പള്ളി ഉണ്ട്, കണ്ടോ? ഇവിടുത്തെ പള്ളി ഉണ്ട് നിങ്ങൾ. ഇതാണ് ഇവിടുത്തെ പള്ളി. മലപ്പുറം കേരള. ഇവിടെ ഇങ്ങനെ തന്നെ ഒന്നെടുത്തത്. നിലമ്പൂർ കാലിക്കറ്റ് പോറ വഴി. കാലിക്കറ്റ് പോറ വഴി. ശരിയാന വെയില്. എങ്ക കുളിർ നനച്ച് വന്ന് കാണാൻ മുട്ടാളായിപ്പോയി. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഇവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട്. ഇവിടെ കയറിയിട്ട് നമ്മൾ കേരള ഫുഡൊന്നും കിട്ടൂലെങ്കിലും ഇവിടുത്തെ ചോറൊക്കെ തിന്നാൽ മതി. ഇവിടെ തമിഴ്നാട്ടിലത്തെ ചോറുണ്ടെങ്കിൽ പൊന്നരി ചോറായിരിക്കും. നമ്മുടെ നേരത്തെ അവിടുത്തെ കുത്തരി ഒന്നും കിട്ടൂല, പൊന്നരി ചോറാണ്. തൽക്കാലം ഞാനൊരു ഫ്രൈഡ് റൈസ് ആക്കി. എനിക്കത് പോകില്ല, അതുകൊണ്ട് ഞാൻ ഫ്രൈഡ് റൈസ് ആക്കി. നമ്മളെ മൂലേരാട്ടോ, മൂലേരം ഞാൻ നോക്കണ്ട, നല്ല വട്ട. നമുക്ക് ഇങ്ങനത്തെ ഓരോ അനിയന്മാരുണ്ടെങ്കിൽ എന്താ ചോറ് ബാക്കിയാവില്ല. ഞങ്ങള് ഏതായാലും ഞങ്ങളിനി ഗാർഡൻക്കൊന്ന് പോയി നോക്കട്ടെ എന്താ അവസ്ഥ. ഇവിടെ ഇപ്പോൾ തണുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഒരു എ സിയിൽ കയറുന്ന തണുപ്പ് അത്രേ ഉള്ളൂ. വലിയ തണുപ്പ് വരാൻ മാത്രം മൂത്രയിച്ച് തുടങ്ങാം. മലയാളികൾ അങ്ങനെയുള്ളൂ, ആദ്യം മൂത്രയിച്ച് തുടങ്ങും. നമ്മൾ ചിലരൊക്കെ അങ്ങനെയാണല്ലോ, എവിടെ വന്നാലും ആദ്യം ഫോട്ടോസ് എടുക്കാനുള്ള വരിയിലാണ് ഓരോരുത്തർ. അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നുകൊണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ അവിടെ ഒന്നും കാണാനൊന്നുമില്ല കേട്ടോ. അവിടെ ഇങ്ങനെ നിൽക്കാണ്ട് അവിടെ എന്തോ നോക്കിക്കാണ് ചെയ്തു.
ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി ഇങ്ങനെ നിൽക്കണം ഓരോരുത്തരെ. അല്ല ഞാൻ വീഡിയോ ആണ്. പെണ്ണുങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. ആ ഇരിക്കണത് ആരൊക്കെ അറിയാം, ഇരിക്കണ ആളെ പദവി എന്തൊക്കെ അറിയാം. ഇവിടെ കണ്ടില്ല ഓരോരുത്തർ ഫോട്ടോ എടുക്കാൻ വേണ്ടി അൺഎക്സ്പെക്റ്റഡ് കോലത്തിലേ അവിടെ കിടക്കുകയാണ് ഒരാള്. അങ്ങനെ ഞങ്ങൾ തൽക്കാലം ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി പോണ വഴിക്ക് നല്ല സ്ഥലങ്ങളുണ്ടെന്ന് കാണാം. നല്ല വെയിലാണെങ്കിലും നല്ല ക്ലൈമറ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ എ സിയിൽ ഇങ്ങനെ നിൽക്കൂലേ, അതേപോലെ നല്ല ക്ലൈമറ്റാണ്. വെയിലുണ്ടെങ്കിലും തണുപ്പാവുമ്പോഴേ രസമാണല്ലോ. ഊട്ടിയിൽ നല്ല തിരക്കാണ്, തിരക്കാണ്. മുട്ടക്കുന്നുമ്പോ നോക്കല്ലേ. അപ്പൊ ഞങ്ങളിവിടെ മുട്ടക്കുന്നുമ്മൽ എത്തിക്കണ്. നമ്മളെ ഊട്ടി മുട്ടക്കുന്ന് അങ്ങനെ ഇവിടെ ഫുള്ള് ഞങ്ങൾ ഫോട്ടോകൾ ഷോയാണ്. അങ്ങനെ ആ കൂടാരത്തിനുള്ളിൽ പോയിട്ടാണ് ടിക്കറ്റ് ഒക്കെ എടുക്കുക. ഒരാൾക്ക് 30 ഉറുപ്പിയാണ് അതിൻ്റെ മേലെ കയറാൻ വേണ്ടിയിട്ട്. മേലക്കാണ് കയറുന്ന കാര്യമാണ്, അതിന് മേലൊക്കെ എത്തി കിട്ടണം. അതിനും കൂടി ഒരു സെറ്റപ്പ് ഉണ്ടാണ് അവിടെ. വേറെ വണ്ടി ഒന്ന് കൊണ്ടുപോയേ. ആ ഇതാ വീഡിയോ ഉണ്ടല്ലോ. മുട്ടക്കുന്ന് മുട്ട ശിവ കട്ട ശിവ. ഞാനൊക്കെ എത്തുന്നില്ല. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. നട്ടുച്ചക്ക് വന്നിട്ട് ഒട്ടക്കൊന്നും നമ്മളെ നാട്ടിൽ ഇങ്ങനെ കിടക്കാൻ കഴിയുമോ? ഇതാണ് ഇവിടെ വന്ന് കിടക്കാം, അത്രക്ക് സുഖമാണ്. അങ്ങനെ എല്ലാവരും കുറച്ച് നേരം ഞാൻ കവുന്ന് നടക്കാറുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കുക. എനിക്ക് തന്നെ കോട്ടിട്ടുകൊണ്ട് ഞാൻ അങ്ങനെ കിടന്നു. അങ്ങനെ തൽക്കാലം ഞങ്ങൾ മുട്ടക്കുന്നിനോട് പറയുകയാണ്. നല്ല ബ്ലോക്ക് ചെയ്തരം, അപ്പോൾ നാട്ടിലേക്ക് എത്തണം. ഏതായാലും ഞങ്ങൾ ഊട്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളിവിടെ വൈക്കട എത്തി നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ കയറി. ഇനി ഇവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ഫുഡൊക്കെ മേശപ്പുറത്ത് എത്തിയപ്പോൾ കാലിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു ഉച്ചക്ക് കഴിച്ചാലേ.